സുഹൃത്തെ, ഇത് ഫോൺ അഡിക്ഷൻ നേരിടുന്ന ആളുകൾക്ക് മാത്രമുള്ള വീഡിയോ ആണ്. സ്വാഗതം. നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, കുറേ കാലമായിട്ട് ഞാൻ ഈ ഫോണും കൊണ്ട് നടക്കുന്നു, പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല, ഒരുപാട് വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ എവിടേക്ക് എത്തിപ്പോയി, ഞാൻ എന്താ ഇങ്ങനെ എന്നൊക്കെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് സ്മാർട്ട് ഫോണിൻ്റെ അഡിക്ഷൻ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇത് ഇല്ലാതാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു അഡിക്ഷൻ നിങ്ങളിൽ നിന്ന് ഇല്ലാതാവും. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി 1-2 മണിക്കൂറുകളൊക്കെ ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നോർമലാണ്. അത് വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കണ്ട. പക്ഷേ ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗം ടൈമും നിങ്ങൾ ഫോണിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ രാത്രി കിടക്കാൻ നേരം ഞാൻ എന്താ ഇങ്ങനെ, എൻ്റെ ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നോർമലായിട്ടുള്ളൊരു കേസല്ല, ഇത് അഡിക്ഷൻ്റെ കേസാണ്. ഇങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ അഡിക്ഷൻ നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളത് പല ആളുകൾക്കും പല കാര്യങ്ങളും പറഞ്ഞുതരാൻ കഴിയും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഈ അഡിക്ഷനെ എങ്ങനെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാമെന്നുള്ള കാര്യമാണ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവയർനെസ് സ്റ്റേറ്റിലേക്കും നിങ്ങളുടെ അവൈലബിലിറ്റി സ്റ്റേറ്റിലേക്കുമാണ് ഞാൻ കടക്കാൻ പോകുന്നത്. ഇത് കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഫോണിനെ പറ്റി എന്തറിയാമെന്നുള്ളത് ഒന്നാമത്തെ ഭാഗം. ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് നിങ്ങളുടെ രണ്ടാമത്തെ ഭാഗം. നമ്മൾ ഒന്നാമത്തെ സൈഡിലേക്ക് കടക്കുകയാണ്. നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഞാനിങ്ങനെ ഫുൾ ടൈം ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് എന്താണ് കിട്ടുന്നത്? നിങ്ങളവിടെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്തായിരിക്കും അറിയോ? ഇങ്ങനെ പോയാൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ വളരെ സേഫാണ്, എനിക്ക് അവിടെ നിന്ന് കുറച്ച് സന്തോഷം കിട്ടുന്നുണ്ട്, എനിക്കത് മതി. ഞാനിങ്ങനെ ഒരുപാട് സമയം ഫോണും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല, ഞാൻ ആർക്കും ഒരു പ്രശ്നമായിട്ടൊന്നും മാറുന്നില്ല, മണിക്കൂറുകളോളം ഇങ്ങനെ പോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എന്താ പ്രശ്നം? ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. ഇതാണ് നിങ്ങളുടെ അവയർനെസ് സൈഡ്. ഇവിടെ മുതലാണ് നിങ്ങളിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരേണ്ടത്. നിങ്ങളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം പൂർണ്ണമായിട്ടും തെറ്റാണെന്നുള്ളത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. യഥാർത്ഥത്തിൽ നിങ്ങൾ 3-4-5 മണിക്കൂറുകൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും സ്നാപ്ചാറ്റും ഒരുപാട് വലിയ വലിയ ഗെയിമുകളൊക്കെ ഇങ്ങനെ കളിച്ചിരിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ആരുടെയൊക്കെയോ അടിമയായിട്ട് ഇങ്ങനെ ജീവിച്ച് പോവുകയാണ്. എന്ന് വെച്ചാൽ ആരൊക്കെയോ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് അവരുടെ സമയത്തിന് നിങ്ങളിങ്ങനെ ഒരുപാട് വാല്യൂ കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ നിങ്ങൾ ഒരുപാട് സമയം ഇങ്ങനെ ചിലവഴിക്കുകയാണ്, അല്ലേ? നിങ്ങൾ ഒരുപാട് സമയം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആരൊക്കെയോ ചെയ്തു വെച്ച റീലുകൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി തരാണ്, അല്ലേ? ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളെന്ന വ്യക്തിയുടെ സമയത്തിന് ഒരു മൂല്യവുമില്ലാത്ത രീതിയിൽ ചെറിയൊരു സന്തോഷം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെയോ ആയിത്തീരാൻ കഴിയുന്ന നിങ്ങളുടെ വലിയൊരു സമയത്തിനെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുകയാണ്, അല്ലേ? ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ 100-ൽ 1-2 ആളുകൾക്ക് എന്തെങ്കിലും പണപരമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നുണ്ടാവും എന്നല്ലാതെ ബാക്കി 98 ആളുകളും അവരുടെ വിലപ്പെട്ട സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട ദിവസങ്ങൾ നിങ്ങളിങ്ങനെ തള്ളി നീക്കുകയാണ്. ഈ രീതിയിൽ സ്മാർട്ട് ഫോണുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി 4-5 വർഷം കഴിഞ്ഞ് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ ഒന്നും ആയിട്ടുണ്ടാവില്ല. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാവുന്ന ഇയാളുടെ കൂടെയുള്ള ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു അവയർനെസ്സിൽ നിന്ന് വേണം നിങ്ങൾ തുടങ്ങാൻ. എനിക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കാൻ. കൂടാതെ നിങ്ങളിങ്ങനെ ഫോണും കൊണ്ടിരുന്ന് കഴിഞ്ഞാലുള്ള ഫിസിക്കൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? നിങ്ങളുടെ തലയ്ക്കാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത്. എല്ലിൻ്റെ കട്ടയാണ് നിങ്ങളുടെ തല എന്ന് പറയുന്നത്. അതിങ്ങനെ 24 മണിക്കൂറും താണിങ്ങനെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ കഴുത്തിങ്ങനെ വളയാൻ തുടങ്ങും. ഈ വെയിറ്റ് ഇങ്ങനെ ബെൻഡായിട്ട് താഴേക്ക് വരികയാണ്, അല്ലേ? വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ വളഞ്ഞ് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളെപ്പോലെ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയും. ഇത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? 10 സെൻറ്റിമീറ്ററുകളോളം ഡിസ്റ്റൻസിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ കണ്ണ് ഒരു 4-5 സെൻറ്റിമീറ്ററുള്ള സ്ക്രീനിലേക്ക് ഫുൾ ടൈം ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് നിങ്ങളുടെ കണ്ണിലേക്ക് ശക്തമായിട്ടുള്ള സ്ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങളിലേക്കും ടോട്ടൽ സ്ട്രെസ്സിലേക്കും നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രശ്നം മാനസികമായിട്ട് നിങ്ങളിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ്. എപ്പോഴും നോട്ടിഫിക്കേഷൻ്റെ മുകളിൽ ഇങ്ങനെ അലേർട്ടായിരിക്കുമ്പോൾ മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങളെപ്പോഴും അവരുടെ കഴിവിൻ്റെ ബേസിലും അവരുടെ പണത്തിൻ്റെ ബേസിലും ഫോട്ടോസിൻ്റെ ബേസിലും വീഡിയോസിൻ്റെ ബേസിലും ക്ലാരിറ്റിയുടെ ബേസിലൊക്കെ നിങ്ങളിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒന്നിനും കൊള്ളാത്തവരാണോ എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഇല്ലേ? തോന്നാറില്ലേ? ഇത് നിങ്ങളുടെ സോഷ്യൽ ബന്ധങ്ങൾ തകരുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നിങ്ങളിങ്ങനെ ബിസി ആവുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ചില ഐഡിയകൾ ഈ ലോകത്തിലേക്ക് കൊടുക്കാൻ കഴിയുന്ന സമയം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഐഡിയകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ചില കഴിവുകളുണ്ട്.
ആ കഴിവിൻ്റെ ബേസിൽ നിങ്ങൾ ഈ ലോകത്ത് ആരൊക്കെയോ ആയി അറിയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് സ്വയം ഇംപ്രൂവ് ചെയ്ത് 4 ആളെ അറിയിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല സമയമാണ് നിങ്ങൾ സ്മാർട്ട് ഫോണിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തെ, ഇത് പോയിന്റ് അല്ലേ? മനസ്സിലാക്കുക. നിങ്ങൾ ഈ രീതിയിലുള്ള കമ്പാരിസണൊക്കെ നിർത്തി നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റൂ. അതിന് നിങ്ങളുടെ സുഹൃത്തുക്കളും വീട്ടുകാരൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ട പ്രായത്തിൽ നിങ്ങൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയോ? നിങ്ങൾ ഇവരെ ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിസ്പ്ലേയുടെ മുകളിൽ ഇതൊരു അഡിക്ഷൻ ആണെന്നും പോലും അറിയാത്ത രീതിയിൽ നിങ്ങളിങ്ങനെ ജീവിച്ചു പോവാണ് അല്ലേ? അപ്പോൾ കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം. ഇവിടെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് ഒരു രക്ഷ നേടാൻ പറ്റും. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു അവയർനെസ് തരണമെന്ന് ഞാൻ വിചാരിച്ചു, അത് തന്നു. രണ്ടാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എങ്ങനെ ഇതിനോടുള്ള അഡിക്ഷൻ കുറയ്ക്കാം, എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്കൊക്കെ എത്താം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവൈലബിലിറ്റി കുറയുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ ഫോൺ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയം കുറയണം. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ഈ ഫോണിനോടുള്ള അഡിക്ഷൻ കുറയ്ക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ ട്രിഗറിങ്ങിന് കാരണമാവുന്നത് നിങ്ങളുടെ നോട്ടമാണ്. നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാൻറ്റിൽ ഇതിൻ്റെ ടച്ചിങ്സ് എപ്പോഴും ഉണ്ടായിരിക്കുമ്പോഴാണ് ഇതൊന്ന് എടുത്തു നോക്കണമെന്നുള്ള ഒരു ഇമോഷൻസ് വരുന്നത്. അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻസിൻ്റെ സൗണ്ട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ കൺമുന്നിൽ എപ്പോഴും ഇതിങ്ങനെ കാണുകയാണ്. ഈ ട്രിഗറിങ് കുറയുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അതായത് കഴിയുന്നതും നിങ്ങളുടെ അടുത്ത് ഈ ഒരു വസ്തു ഇല്ലാതിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളിൽ നിന്ന് കുറയുക. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ വിൽ പവർ കൂട്ടിയെടുക്കുക. നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളുടെ ഫോണ് 1 മണിക്കൂർ നേരത്തേക്ക് വേറൊരു റൂമിൽ വെച്ചിട്ട് നിങ്ങൾ പുറത്തൊക്കെ നടന്നു നോക്കുക. നിങ്ങൾ ഫുൾ ടൈം വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ഒരു റൂമിൽ വെച്ചിട്ട് ആ റൂം ഡോറ് ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ പുറത്തൊക്കെ നടക്കാം. അപ്പോൾ എന്തായി? നിങ്ങൾ എപ്പോഴും ഇരിക്കുന്ന സ്ഥലത്ത് ഇതില്ല, ഇത് വേറെ എവിടെയാണുള്ളത്. ഈ രീതിയിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ്. 1 മണിക്കൂർ ആദ്യം നിങ്ങൾ വേറെ റൂമിൽ വെച്ച് നോക്കുക. പതിയെ 2 മണിക്കൂർ ആക്കുക. പതിയെ 3, 4, 5 മണിക്കൂർ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറയുന്നുണ്ടോ എന്ന് നോക്കാം. ഈ രീതിയിൽ പതിയെ നിങ്ങൾ ഈ ഒരു സ്റ്റൈലുമായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യണം? ഒരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഫോൺ ഉപയോഗിക്കില്ല എന്നുള്ള ചില തീരുമാനങ്ങൾ എടുക്കാം. ഇപ്പോൾ രാവിലെ 6:30 നിങ്ങൾ എഴുന്നേറ്റെന്ന് വിചാരിക്കാം. ഒരു 9 മണി വരെ എനിക്ക് ഫോണിൻ്റെ ആവശ്യമില്ല എന്ന് ഉറപ്പിക്കുക. 9 മണി വരെ പറ്റില്ലെങ്കിൽ ആദ്യത്തെ 1 അവറെങ്കിലും എനിക്ക് ഫോണിൻ്റെ ആവശ്യമില്ല എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പവർ, ആ ഒരു വിൽ പവർ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ ഫോണിനകത്തുള്ള ആപ്ലിക്കേഷൻസും നോട്ടിഫിക്കേഷൻസും അതിനകത്ത് വരുന്ന സൗണ്ടുകളും വൈബ്രേഷൻസും ഒക്കെയാണ് നിങ്ങളെപ്പോഴും അതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്. കഴിയുന്നതും നിങ്ങളിലേക്ക് അഡിക്ഷൻ ആവുന്ന ആപ്ലിക്കേഷൻസൊക്കെ ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ തീരെ സാധിക്കുന്നില്ലെങ്കിൽ മാക്സിമം നിങ്ങളത് യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് അടുത്ത ദിവസം ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്തോ. ഈ ഡിലീറ്റ് ആൻഡ് ഇൻസ്റ്റാൾ എന്നുള്ള ഈ ഒരു മെത്തേഡ് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനോടുള്ള ഇമ്പോർട്ടൻസ് പതിയെ കുറയും. അടുത്ത തവണ നിങ്ങൾ എടുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇനിയിപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തെങ്കിലല്ല യൂസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ യൂസ് ചെയ്തേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യും, പിന്നെ വീണ്ടും അൺഇൻസ്റ്റാൾ ചെയ്യുക, വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. പതിയെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറയ്ക്കാം. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. നിങ്ങളുടെ ഫോണിനകത്ത് തന്നെ ഓരോ ആപ്ലിക്കേഷൻസിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കഴിയുന്നതും അവിടെ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഡിസേബിൾ ചെയ്യാം. ഇനിയിപ്പോൾ അഥവാ ആ ഒരു മെനു കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻഡ്രോയിഡിലൊക്കെ ആണെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതിന് മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ, ടാപ്പ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. ഐഫോണിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഓപ്ഷൻ കണ്ടെത്താൻ നോക്കുക നിങ്ങൾ. ഈ രീതിയിൽ നോട്ടിഫിക്കേഷൻസ് കഴിയുന്നത് നിങ്ങൾ ഡിസേബിൾ ചെയ്യാം. നോട്ടിഫിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് നോട്ടിഫിക്കേഷൻ സൗണ്ടുകൾ, ലൈറ്റുകൾ. ഇതൊക്കെ നിങ്ങൾ കഴിയുന്നത് മ്യൂട്ടാക്കുക. എന്തായാലും നമ്മളീ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ് ആദ്യം ചെയ്തിട്ട് നിങ്ങൾ ഒന്നാമത്തേൽ കടന്നാലും പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കുറച്ചിട്ട് നിങ്ങൾ പതിയെ വേറെ റൂമിൽ വെച്ച് നോക്കുക, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ഈ രീതിയിലൊക്കെ ശ്രമിക്കാം. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ദിവസങ്ങളാണെങ്കിൽ കഴിയുന്നത് ബാറ്ററി, ഈ ഫോണിൻ്റെ ബാറ്ററി ഒരു ലോ ലെവലിലാക്കി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് നോക്കൂ. ഒരു 20% കൂടാത്ത രീതിയിൽ ഒരു കുറഞ്ഞ ബാറ്ററി ഇങ്ങനെ ഫോണിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും.
നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് പല അത്യാവശ്യങ്ങളുണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെ ഫുള്ളാക്കി വെച്ചോളൂ. പക്ഷേ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഒരു 20% കൂടാത്ത രീതിയിൽ നിങ്ങൾ ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എടുത്ത് നോക്കാനുള്ളൊരു ടെൻഡൻസി കുറയും. ആ ബാറ്ററി കുറവാണല്ലോ, ഫേസ്ബുക്ക് എടുക്കാൻ നിൽക്കണ്ട, ഇൻസ്റ്റാഗ്രാം എടുക്കാൻ നിൽക്കണ്ട എന്നൊക്കെ ഒരു തോന്നൽ വരും. ഇതൊക്കെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പഠിക്കാനിരിക്കുകയോ ബിസിനസ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഈ ഫോൺ ഫുൾ ടൈം കയ്യിൽ വയ്ക്കാതെ ഒരു ബാഗിലൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ സംസാരത്തിലും ആക്ഷനിലൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഒരു സത്യം പറയട്ടെ, നിങ്ങളുടെ ഫോണൊന്നും ആരും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട്, ഇതൊക്കെയാണ് ആളുകൾ നോക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ഇതിൻ്റെ അവൈലബിലിറ്റി കുറച്ച് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിലേക്കാണ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ ഈ അവെയർനെസ്സിലും രണ്ടാമത് പറഞ്ഞ ഈ അവൈലബിലിറ്റിയിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് പതിയെ ഈ ഒരു സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞ പ്രശ്നം കുറഞ്ഞു വരും. ഇത് കുറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത്യാവശ്യം നല്ല നിലയിലേക്കൊക്കെ പോകാൻ പറ്റൂ. എനിക്കറിയാവുന്ന ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട്. ഇവരൊന്നും ഫുൾ ടൈം ഫോണും കൊണ്ടിരിക്കുന്നവരൊന്നും അല്ല. അത്യാവശ്യങ്ങൾക്ക് കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക, ഇത്രയൊക്കെ തന്നെ ഇതിൻ്റെ യൂസ് ഉള്ളൂ. സുഹൃത്തെ, ലൈഫിൽ വിജയിക്കാൻ ആക്ഷൻസിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാൻ നോക്കുക. ആളുകളുമായിട്ട് നേരിട്ടുള്ള ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ, നല്ല നല്ല മൂല്യമുള്ള ആളുകളൊക്കെ പോയി നേരിട്ട് മീറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പാരൻസ് ആണെങ്കിൽ പോലും ഇവരുമായിട്ടൊക്കെ നല്ലൊരു കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഏറ്റവും നല്ല സപ്പോർട്ടായിട്ട് ഒരു ബാക്ക് ബോണായിട്ട് മാറാൻ കഴിയുന്ന ആളുകളായിട്ട് ഇവർക്കൊക്കെ മാറാൻ കഴിയും. നിങ്ങൾ അത്യാവശ്യം മൂല്യമുള്ള ആളുകളോട് നല്ല നേരിട്ടുള്ള ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നോക്കൂ. നിങ്ങൾക്കൊക്കെ എന്ത് പ്രശ്നങ്ങൾ പറ്റിയാലും എന്ത് ആവശ്യങ്ങൾക്ക് ഇവരൊക്കെ കൂടെ ഉണ്ടാവും. ഇതൊന്നും വാട്സപ്പിലൂടെയും കോളിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും നടക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങളുടെ നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി ഈ സ്മാർട്ട് ഫോൺ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക. ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി, റിസർച്ചുകൾ ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും യൂട്യൂബ് ചാനലുകളൊക്കെ തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് നല്ല നിലയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഫോണിനൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വലിയൊരു മാറ്റം വന്നിരിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. താങ്ക്സ് എ ലോട്ട്.